നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതു ഇടനാഴി പിന്തുണയ്ക്കുമെന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം കേട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തുള്ളിച്ചാടുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഈ പ്രഖ്യാപനത്തിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കി രംഗത്ത് വന്നെങ്കിലും അതിൽ ആത്മാർത്ഥത ലെവലേശം ഉണ്ടായിരുന്നില്ല. കാരണം കേന്ദ്ര ബജറ്റിൽ റെയർ എർത്ത് കോറിഡോർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ 2026 കേരള ബജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ ഇത്തരമൊരു പദ്ധതിയുടെ മറ്റൊരു രൂപം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. വിഴിഞ്ഞം, ചവറ, കൊച്ചി അപൂർവ ധാതു ഇടനാഴിയാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. KMLA, അതുപോലെ തന്നെ കെൽട്രോൺ, കേന്ദ്ര ഗവേഷണ സ്ഥാപനമായ നോൺ ഫെറസ് മെറ്റീരിയൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ എന്നിവ പങ്കാളികളായുള്ള റെയർ ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ രൂപീകരിക്കാനാണ് മന്ത്രി ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ 100 കോടി അനുവദിച്ചത്. 42,000 കോടിയുടെ നിക്ഷേപവും 50,000 തൊഴിൽ അവസരങ്ങളുമാണ് ഇടനാഴിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യമിട്ടത്. ഇത്രയും ചെയ്ത ശേഷമാണ് സമാനമായ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്ര ധനമന്ത്രിയെ CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ച പ്രസ്താവന ഇറക്കിയത്. കേന്ദ്രത്തിന്റെ ധാതു ഇടനാഴി പ്രഖ്യാപനം ബഹിരാകാശ കുത്തകകൾ വേണ്ടിയാണ് എന്നാണ് CPMന്റെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ നീക്കം അത്യന്തം അപകടകരം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ധാതു ഇടനാഴി പ്രഖ്യാപനത്തിന് പിന്നിൽ അജണ്ട ഉണ്ടെന്നും CPM ആരോപിച്ചു. ഇവിടത്തെ ധാതുക്കൾ ബഹുരാഷ്ട്ര കുത്തകകൾ കൊള്ളയടിക്കാൻ തുറന്നിടുന്നതിനുള്ള ശ്രമം ആണെങ്കിൽ ശക്തമായി നേരിടുമെന്നും CPM പ്രഖ്യാപിച്ചിരുന്നു. ധാതു ഖനന നികുതി സംസ്ഥാന അവകാശമാണ് എന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നിട്ട് അധിക നാളായിട്ടില്ല. ഖനനം എന്നാൽ പിണറായിയുടെ ഇഷ്ട വിഷയമാണ്. സുപ്രീം കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ രക്ഷിക്കാനാണ് എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന് യഥേഷ്ടം ഖനന അനുമതി നൽകി കോടികൾ പോക്കറ്റിലാക്കാം. CMRL ഉടമ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിന്റെ കടൽ തീരത്ത് പൂണ്ടു വിളയാടാനുള്ള അവസരം നൽകുന്നതായിരുന്നു കോടതി വിധി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് ഇനി കടലും മലയും കച്ചവടത്തിന് വെക്കാം. സംസ്ഥാനങ്ങളുടെ നികുതി അധികാരത്തിനുമേൽ പാർലമെന്റിലൂടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ ആണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും വന്നത്. ഇത്തരം ഇടപെടലുകളിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ മുഖ്യമാണ് നികുതി. അതിന്മേലുള്ള കടന്നുകയറ്റം ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളെയും സേവനങ്ങളെയും ബാധിക്കുമെന്നതോട് അടക്കം അഭിപ്രായപ്പെട്ടിരുന്നു. ധാതുഖനനങ്ങൾക്ക് നികുതി ഈടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. സംസ്ഥാനങ്ങളിലെ ഖനനത്തിന് നികുതി ചുമത്തുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റ് അധികാരമില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൈൻഡ് ആൻഡ് മിനറൽസ് അതായത് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ നിയമം സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ സിമെന്റ്സ് കമ്പനി ഖനനം ചെയ്യുന്ന ധാതു സമ്പത്തിനുള്ള റോയാലിറ്റിക്ക് മുകളിൽ ഈ തമിഴ്നാട് സർക്കാർ നികുതി ചുമത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത കമ്പനിയുടെ ഹർജിയിൽ റോയൽറ്റിയും നികുതിയാണ് എന്നും മറ്റൊരു നികുതി ഈടാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല എന്നും 1989 7-അംഗ ബെഞ്ച് വിധിച്ചിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനങ്ങളും ഖനന കമ്പനികളും ഉൾപ്പെടെ സമർപ്പിച്ച 86 അപ്പീലുകളിലാണ് പുതിയ വിധി. സംസ്ഥാന സർക്കാരുകൾക്ക് അധിക വരുമാനത്തിനുള്ള വാതിലാണ് സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നത്. ഇടതു സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കഥയായത് 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ 2019 ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും 12 ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു. 2019 ഓഗസ്റ്റ് 9 നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ 21 പുനഃസ്ഥാപിച്ചു. ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്ന് ഉണ്ടായത്. ഖനന മേഖല സ്തംഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് CMRL ഉടമ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. ക്വാറി മാഫിയയ്ക്ക് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തുറക്കാനുള്ള അവസരമാണ് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 5,924 ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പീച്ചിയിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക്. സംസ്ഥാന സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കണക്കിൽ പ്രവർത്തിക്കുന്നത് 780 ക്വാറികൾ മാത്രം. ബാക്കിയുള്ളവയെല്ലാം അനധികൃതമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര ക്വാറികൾ ഉണ്ടെന്ന് അധികൃതർക്ക് കണക്കില്ല.
പ്രളയത്തിന്റെ തനി ആവർത്തനം ഉണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്ത് നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റും ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതി നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവെച്ചു. ഇതിന്റെ തുടർച്ചയായാണ് യഥേഷ്ടം നൽകിയ ഖനന അനുമതി. പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നുചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ്. റോഡ്, തോട്, നദികൾ, വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ 100 മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടത് സർക്കാർ 50 മീറ്റർ ആക്കി. ക്വാറിക്ക് നൽകുന്ന അനുമതിയുടെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി. വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദൂരപരിധി 100 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി വെട്ടിക്കുറച്ചു. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി. VS സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത്. പിണറായി വിജയനായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഖനനത്തിന് അനുമതി നൽകണമെന്ന് CPM സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ അനുമതി നൽകിയതേയില്ല. അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരുന്നത്. ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് VSന് പൂർണ്ണമായി വിയോജിപ്പുണ്ടായിരുന്നു. ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശീന്ദ്രൻ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് VS പക്ഷം ഇന്നും വിശ്വസിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും VS തടസ്സം നിന്നിരുന്നു. പരിസ്ഥിതിയെ ഇല്ലാതെയാക്കി വികസനം വേണ്ടെന്നായിരുന്നു VSന്റെ നിലപാട്. ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിന് ഇടയാക്കി. ഖനനമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്നത്. ക്വാറികൾക്ക് അനുമതി യഥേഷ്ടം നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ്. മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. പാർട്ടി നിലനിൽക്കുന്നതും ക്വാറി മാഫിയയുടെ സഹായത്തോടെയാണ് എന്ന് വ്യക്തം. 2019 തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കവും ഉണ്ടായത്. EP ജയരാജനായിരുന്നു അന്ന് മന്ത്രി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വ്യവസായ വകുപ്പ് സമർപ്പിച്ചത്. സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ സർക്കാരിന് പദ്ധതിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു ഫയൽ വ്യവസായ വകുപ്പിൽ എങ്ങനെ ഉടലെടുത്തു എന്ന ചോദ്യം ഉയരുന്നു. കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുഖനനം സ്വകാര്യ മേഖലയിൽ തടഞ്ഞ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ മറികടന്നാണ് വ്യവസായ വകുപ്പ് സ്വകാര്യ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ദ്രുതഗതിയിൽ ഫയൽ നീക്കുകയും ചെയ്തത്. ഇതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമായിരുന്നു. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് അങ്ങനെ ഒരു നീക്കം വകുപ്പിൽ നടന്നത്. ചൂടുവെള്ളത്തിൽ വീണ EP ജയരാജൻ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വീകരിക്കുകയില്ല എന്ന് എല്ലാവരും കരുതി. ഇത്രയേറെ ഗൗരവ സ്വഭാവമുള്ള ഈ വിഷയം മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ അനുമതി നൽകുന്ന ഘട്ടം വരെ എത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമവിരുദ്ധമായ ഈ നടപടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വ്യവസായ മന്ത്രിക്കോ വകുപ്പിലെ ഉന്നതർക്കോ കഴിഞ്ഞില്ല. അതേസമയം തനിക്ക് ഒന്നും പേടിക്കാനാവില്ലെന്നാണ് EP-യുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. പാർട്ടി അംഗീകാരം എന്നത് തന്നെയാണ് ഇതിനർത്ഥം. ഇതിനു പിന്നാലെ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൊതുമേഖലയിൽ ഖനനം നടക്കുന്ന ആലപ്പാട് പോലെയുള്ള മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിതകൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായ ഖനനം പോലും നിയന്ത്രണ വിധേയമായി നടത്തുന്നതിനെ കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകാൻ തുനിഞ്ഞത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള റയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയും രൂപവൽക്കരിച്ചത് 2019 സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച CMRL, KSIDC, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE എന്നിവ ചേർന്നാണ് സംയുക്ത കമ്പനി രൂപവൽക്കരിച്ചത്. എന്നാൽ 2026 ഇടതുമുന്നണി സർക്കാർ കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതി വിധി വന്നത്. ഏതായാലും ബാലഗോപാലിന്റെ ധാതു ഇടനാഴിയാണോ നിർമ്മലാ സീതാരാമന്റെ ധാതു ഇടനാഴിയാണോ നല്ലതെന്ന ചോദ്യം ചോദിച്ചാൽ രണ്ടും പണം കായ്ക്കുന്ന മരങ്ങളാണ് എന്ന് പറയേണ്ടി വരും.